നമസ്കാരം. തിളച്ചുമറിയുന്ന തെരഞ്ഞെടുപ്പ് ചൂടിനപ്പുറം അടിയൊഴുക്കുണ്ടോ? തലസ്ഥാനത്തെ വിധിയെഴുത്തിന്റെ ഫലം കാത്തിരുന്നു തന്നെ കാണണം. നയതന്ത്രത്തിന്റെ ഉദ്യോഗപർവം താണ്ടിയെത്തിയ ശശി തരൂർ, ബിസിനസ് തന്ത്രങ്ങൾ അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ, കലർപ്പില്ലാത്ത ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൻ പന്ന്യൻ രവീന്ദ്രൻ. വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. അടുത്തയാഴ്ച മുതൽ പുറമേ നിന്നുള്ള താരപ്രചാരകർ അടക്കം എത്തിത്തുടങ്ങും. അതിനു മുൻപ് 3 വട്ടം മണ്ഡല പര്യടനം പൂർത്തിയാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വിശദമായി നോക്കാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വോട്ടെടുപ്പിന് ഇനി 13 ദിവസം മാത്രം ശേഷിക്കെ കടുത്ത പ്രചരണാവേശത്തിലാണ് കേരളം. ജനമനസ്സറിയാൻ ന്യൂസ് 18 വോട്ടോട്ടം ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ കാലങ്ങളായുള്ള അവസ്ഥ പരിതാപകരമാണ്. ഒരു മഴ പെയ്താൽ മറുകരയെത്തണമെങ്കിൽ യാത്രക്കാർക്ക് ദുരിതം തന്നെ. വോട്ടോട്ടത്തിൽ നാട്ടുകാർ പ്രതികരിക്കുന്നു. വോട്ടോട്ടം എന്നുള്ളത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. അതിൽ നമ്മളിത് തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഈ ഒരു ശോചനാവസ്ഥ തന്നെയാണ്. അതായത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ, ഇന്നലെ ഉണ്ടായ മഴയിൽ ആണ് ഈ ഒരു ഇത്രയും ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് ദീർഘകാലമായി ഇവിടുത്തെ ജനങ്ങൾ പറയുന്ന ഒരു പ്രശ്നമാണ് ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്നുള്ളത്. അതിനുവേണ്ടി പല ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട അതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പണികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു ദുരവസ്ഥ തുടങ്ങിയിട്ടെന്നാണ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ബസ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ദീർഘകാലമായി ഇവർ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ പോലും തന്നെ അതിനൊരു സ്ഥായിയായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടൽ ഇത്തവണയെങ്കിലും ഉണ്ടാകണമെന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എന്നാണ് ഇവർ പറയുന്നത് ഇത്രയും കാലതാമസം എടുക്കാൻ പറയുന്നത്? കാലാവസ്ഥ എടുക്കാൻ പറയുന്നത് നമുക്കറിയത്തില്ല. ശരിക്കും ഇത് അനാസ്ഥയാണ്. തന്നെ അതിൽ ഭരിക്കുന്ന മുന്നണിയുടെ അനാസ്ഥ അല്ല പറയുന്നത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡ് പരിസരമാണിത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനപ്രതിനിധികൾ മുന്നോട്ട് വരണമെന്നുള്ള ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് സ്ഥായിയായ പരിഹാരം കാണണമെന്നുള്ള ആവശ്യവും അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും അതിലൊക്കെ തന്നെ ഇത്തവണയെങ്കിലും ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 20-ൽ 20 സീറ്റും നേടുമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. ചവറയിൽ ഇത്തവണ NK പ്രേമചന്ദ്രൻ മികച്ച ഭൂരിപക്ഷം നേടും. ഗണേഷ് കുമാറിനെതിരായ പരാമർശം അതിരുകടന്നതായി തോന്നുന്നില്ല എന്നും രാഷ്ട്രീയമായ പ്രതികരണമാണ് താൻ പറഞ്ഞതെന്നും ഷിബു ബേബി ജോൺ ന്യൂസ് 18നോട്. വോട്ടോട്ടത്തിൽ എന്നോടൊപ്പമുള്ളത് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണ്. സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കുകയാണ്, കഴിഞ്ഞ തവണ ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് വോട്ട് ഭൂരിപക്ഷം നേടാൻ NK പ്രേമചന്ദ്രൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഉപേഷിനെ LDF സ്ഥാനാർത്ഥിയായി ഇറക്കുന്നു. ഒരുപക്ഷെ ഒരു ഈസി വാക്കോർ ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനായിട്ടുണ്ട് എന്ന് നേതാക്കൾ പറയുകയും ചെയ്തു. ആ ഒരു പരാമർശത്തെ എങ്ങനെ കാണും? ഇല്ല, അതിൽ യാതൊരു അടിസ്ഥാനമില്ല. കാരണം CPMന്റെ ഏറ്റവും ശക്തന്മാരായിട്ടുള്ള പാർട്ടി കേഡറിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരായിരുന്നു മുമ്പ് മത്സരിച്ച്. ആദ്യം സഖാവ് MA ബേബിയും പിന്നെ സഖാവ് ബാലഗോപാലും. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ നിലയിലേക്ക് മുകേഷ് എത്തുന്നില്ല, അവരുടെ പാർട്ടി സംഘടനാ നിലയിൽ. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇനി അരാഷ്ട്രീയമായിട്ടൊരു സിനിമാ താരത്തിനെ കൊണ്ട് ചില വോട്ടുകൾ സ്വരൂപിക്കാൻ സാധിക്കുമെന്നൊരു പരീക്ഷണം മാത്രമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ മുന്നേറ്റം ഉണ്ടായി എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഒരിക്കലും ഒരു ഭൂരിപക്ഷമൊന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കത്തില്ല. അത് ഒരുമാതിരി അബദ്ധസഞ്ചാരമാണ്. ഞങ്ങൾക്ക് അനുകൂലമായ നല്ലൊരു അന്തരീക്ഷം മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഉജ്ജ്വലമായ വിജയം തന്നെ സ്ഥാനാർത്ഥി പ്രേമേന്ദ്രനുണ്ടാവും. ഈ സാമുദായിക ഇക്വേഷൻസ് ഒക്കെ ഇത്തവണത്തെ പ്രതിഫലിക്കുക? കാരണം നായർ കാൻഡിഡേറ്റ് ഇതെല്ലാം ശ്രമിക്കുമ്പോഴും ഞാനെന്നും വിശ്വസിക്കുന്നത് മനുഷ്യന്റെ പട്ടിണിയും ദാരിദ്ര്യവുമാണ് അവനെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് അറിയാവുന്ന ബോധ്യമുള്ളൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ നയങ്ങൾ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകാനൊക്കാത്ത സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളത്
ഇത് രണ്ടും കണക്കിലെടുക്കുമ്പോൾ ബാക്കി ജാതിയും മതമൊക്കെ അങ്ങ് മാറിയിരിക്കും. ഇതൊക്കെ CPM വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് ഒരു പരിതാപകരമായ സംഗതിയായിട്ട് കാണാൻ സാധിക്കും. ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കാനൊക്കെ നോക്കുന്നത്. പക്ഷെ അതൊന്നും കൊല്ലം മണ്ഡലത്തിൽ നല്ല കേരളത്തിൽ പൊതുവെ നടക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവന്റെ ബുദ്ധിമുട്ടുകളാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെതിരെ അവൻ പ്രതികരിച്ചിരിക്കും വോട്ടർ. അതുകൊണ്ട് ആ നിലയിൽ തന്നെ ആയിരിക്കും കേരളത്തിലുടനീളമുള്ള വിധിയെഴുത്ത്. ഞങ്ങളിന്ന് നീണ്ടകര ഹാർബറിലൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരില്ല എന്ന് പറയുന്നുണ്ട് ചിലർ. കാരണം അവർക്ക് അടിസ്ഥാന സൗകര്യമില്ല, പല ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അത് നടപ്പിലാക്കി തന്നിട്ടില്ല എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് സംസ്ഥാന ഭരണപക്ഷത്തെ പറയുകയും ചെയ്യുന്നുണ്ട്, നിലവിലെ MPയും പറയുകയും ചെയ്യുന്നു. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം MPക്ക് എന്തൊക്കെയാണ് ഉത്തരവാദിത്വം, MP എന്ത് വികസന പ്രവർത്തനം എത്തിക്കാൻ MPയെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ തീരദേശം പൂർണ്ണമായ അവഗണന നേരിടുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു നാഥനില്ലാത്ത അവസ്ഥ തീരദേശത്തുണ്ട്. തീരദേശം ഫിഷറീസ് പൂർണ്ണമായി സംസ്ഥാന ഗവൺമെന്റിന്റെ സബ്ജക്റ്റിൽ നിൽക്കുന്നതാണ്. അന്നേരം അവരുടെ ഫ്രസ്ട്രേഷൻ, മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഫ്രസ്ട്രേഷൻ, അവർ എന്നാലും അവർ തട്ടിക്കയറുന്ന ഒരു രീതിയാണ് അവർക്ക്. പക്ഷെ അതുപോലെ തന്നെ അത് അടങ്ങുകയും ചെയ്യും. അവരും വളരെ ബുദ്ധിപൂർവ്വം അവർക്കറിയാം, ഇതൊക്കെ പ്രകടിപ്പിച്ചാലും അവർക്കറിയാം ആരാണ് വീഴ്ച വരുത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ അനാഥരായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതിൽ നിന്നുള്ള പ്രതികരണമായി ഞാൻ കാണുന്നുള്ളൂ. എല്ലാ തെരഞ്ഞെടുപ്പിലും താഴെ തട്ടിലോട്ട് ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്തില്ലെന്നൊക്കെ പറയും. പക്ഷേ വന്ന് പോളിംഗ് ബൂത്തിൽ വന്ന് ശക്തമായിട്ട് അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിരിക്കും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചവറ മണ്ഡലം അവിടെ നിയമസഭയിൽ നഷ്ടപ്പെടുന്നുണ്ട്. ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇത്തവണ ചവറ മണ്ഡലത്തിലും ഒരു ഭൂരിപക്ഷം നേടാൻ NK പ്രേമചന്ദ്രൻ സാധിക്കും. അല്ല, തീർച്ചയായിട്ടും ലോക്സഭാ മണ്ഡലത്തിലും അസംബ്ലി മണ്ഡലത്തിലും വ്യത്യസ്തമായാണ് കേരളീയ സമൂഹം ചിന്തിക്കുന്നത്. പണ്ടുപോലെ നമുക്കറിയാവുന്നത് ചവറ മണ്ഡലം മാത്രമല്ല, കഴിഞ്ഞ തവണ ഏകദേശം 120-ൽ പരം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചതാണ്. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വ്യത്യസ്തമായ നിലപാടുണ്ടായി. ഇത്തവണയും ചവറ നിയോജക മണ്ഡലം അടക്കം അവിടെ എല്ലാം ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വർക്കൌട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശക്തമായ വിധിയെഴുത്തുണ്ടാകും. ഒരു തർക്കം അക്കാര്യത്തില്ല. അത് അനുകൂലമായി UDFന് അനുകൂലമായുള്ള വിധിയെഴുത്ത് അതിശക്തമായിട്ടുണ്ടാകും. അപ്പം കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാറിനെതിരായിട്ടുള്ളൊരു പരാമർശം, അത് കുറച്ച് കടന്നുപോയെന്ന് തോന്നുന്നു. ഇല്ലില്ല, എന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചതിന് ഞാൻ അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ച് അതിൽ ഉള്ള നിലവാരമില്ലാത്ത പരാമർശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. അതൊരു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുൻകാലങ്ങളിലൊക്കെ നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു, പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും അങ്ങനെ കൂടുതൽ മിണ്ടിയിട്ടില്ല എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വരുമ്പോൾ ആ ഒരു എതിർപ്പ് വലിയ രീതിയിൽ പ്രകടമാകുന്നു. അല്ല, ഞാനൊരു രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്ന ആളല്ലേ. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്. എനിക്കിതിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയങ്ങളും ഇല്ലല്ലോ. ഇതിൽ രാഷ്ട്രീയം പറയുക. രാഷ്ട്രീയം പറയുന്നതിന് പകരം ആരെയും അധിക്ഷേപിക്കാനുള്ള ലൈസൻസായിട്ട് നടക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ തിരിച്ചതിന് മറുപടി പറയേണ്ടി വരും. അതല്ല, പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ല. ഞാനൊരു രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്നു. ആ രാഷ്ട്രീയമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതനുസരിച്ചുള്ള നിലപാടുകളാണ് എനിക്കുള്ളത്. അതായത് ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കാനുള്ളത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് ഞാൻ എന്റെ മറുപടി പറഞ്ഞതാണ്. അതിന് ചോദ്യം ഉന്നയിക്കാൻ ആധാരമായ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉടനീളം നടത്തിയ പ്രസംഗങ്ങളാണ്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സാക്ഷിയായിക്കൊണ്ട് അദ്ദേഹം ആസ്വദിച്ചിരുന്നുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിയെ മുതൽ എല്ലാവരെയും അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ആ മറുപടിയോടെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിനുള്ള ഉത്തരവായി. തീർച്ചയായും. ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇങ്ങനെ BJPയിലേക്ക് പോകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം വലിയ രീതിയിൽ LDF ക്യാമ്പിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ BJPയുടെ ഭാഗത്തുനിന്നുമുണ്ട്. ഞങ്ങളിലേക്ക് എത്തുന്നു, ഇവരെല്ലാം ഞങ്ങളിലേക്ക് വരേണ്ട ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് BJP ആ ഒരു പ്രചരണം അഴിച്ചുവിടുകയും ചെയ്യുന്നത്. അതിനെ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്? അല്ല, നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അതിനൊന്നും തർക്കമില്ല. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണത. ഇവിടെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ എന്ന് പറയുമ്പോഴും അവിടെ ഇട്ടിരിക്കുന്ന വസ്ത്രമടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ആ നേതാക്കന്മാർ, അവരുടെ പിതാക്കന്മാർ പ്രവർത്തിച്ചതിന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അല്ലാതെ അവരുടേതായിട്ടുള്ള ഒരു പ്രവർത്തനം, ഒരു സംഭാവനവും കോൺഗ്രസിനുണ്ടായിട്ടില്ലല്ലോ.
അത് വിസ്മരിച്ചുകൊണ്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ UDF-നോ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് ഇതിനേക്കാൾ സാധ്യതകൾ മറുഭാഗത്തുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെ തോന്നലായിരിക്കാം. അതുകൊണ്ടാണല്ലോ പോകുമ്പോൾ ഓരോരുത്തരുടെയും കഴിവിനെക്കുറിച്ച് അവരൊന്ന് സ്വയം വിലയിരുത്തണം. ഇതുപോലുള്ള മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ മക്കൾ പോകുമ്പം കൂടെ പോകാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? അതുപോലും ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ എന്തുകൊണ്ട് സ്വാധീനം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. അത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമേ അല്ല. അപ്പം നേരത്തെ തന്നെ പറഞ്ഞു, ഒരു ഭൂരിപക്ഷമൊന്നും പ്രവചിക്കാനൊന്നും പറ്റില്ല എങ്കിൽ പോലും ഇത്തവണത്തെ ഈ ഒരു പ്രചരണ സാധ്യതകളും ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രചരണം അവസാനിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ ഒരു എത്ര ഭൂരിപക്ഷം, കഴിഞ്ഞ തവണ ഏകദേശം 1.5 ലക്ഷത്തോളം അടുപ്പിച്ച് വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായിരുന്നു. ഇത്തവണ അത് എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ അത് മറികടക്കുമോ അല്ലെങ്കിൽ അതിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ആരെങ്കിലും ചുമ്മാ ഞാനിപ്പോൾ ഇരുന്ന് 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊന്നും ഒരാൾക്കും പ്രവചിക്കാനൊക്കുന്ന കാര്യമല്ല. നമുക്കൊരു പൊതുസ്ഥിതി എന്താണെന്നോ അന്തരീക്ഷ മണ്ഡലത്തിലെ അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കണം. ആ അന്തരീക്ഷം മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വികാരമാണ്. ഭീകരമായ ആന്റി ഇൻകംബൻസി, പിണറായി വിരുദ്ധ വികാരം സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അത് എത്ര വോട്ടാകുമെന്ന് ഇപ്പോൾ ആർക്കെങ്കിലും പറയാനൊക്കൂ? അത് തീർച്ചയായിട്ടും വോട്ടായി മാറും. ആന്റി ഇൻകംബൻസി ഉണ്ട്. അത് കൊല്ലം ഇതിൽ മാത്രമല്ല, കേരളത്തിൽ ഇത്തവണ 20-ൽ 20 UDF ജയിച്ചാലും ഞാൻ അത്ഭുതപ്പെടുത്തില്ല. അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം അത് വലിയ രീതിയിൽ വോട്ടായി മാറും. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണയും ആ ഭൂരിപക്ഷം മറികടക്കുമോ എന്നുള്ള ചോദ്യത്തിൽ പ്രതികരണമില്ല എങ്കിൽ പോലും തന്നെ അത്രയും വോട്ട് ഭൂരിപക്ഷത്തിൽ തന്നെ NK പ്രേമചന്ദ്രൻ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ ചവറയിലും അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിലും മികച്ച ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഷിബു ബേബി ജോൺ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG ബിദുൽ, ന്യൂസ് 18, തിരുവനന്തപുരം. വോട്ടവകാശം വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബോധവൽക്കരണ പരിപാടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊല്ലത്ത് മാജിക്കിലൂടെയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുള്ളത്. എങ്ങനെയാണ് മാജിക്കിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർണ്ണമാകും. നമസ്കാരം. വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇന്ന് നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിൽ വോട്ടോട്ടം തുടരുന്നതിനിടയിലാണ് നമ്മൾ യാദൃശ്ചികമായാണ് ഈ ഒരു പരിപാടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ മാജിക്കിലൂടെയും ഒപ്പം തന്നെ ഒരാൾ എങ്ങനെ വോട്ട് ചെയ്യണം, അതിന്റെ ആവശ്യകത എന്താണ്, അതിൽ ഒരു ആപ്പടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് തന്നെ എന്നോടൊപ്പം ഈ ആളുകൾ ഇതിലേക്ക് ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയും ഒക്കെയായി ഒരു മജീഷ്യൻ കൂടി. മജീഷ്യൻ എന്താണ് പേര്? പ്രേംദാസ് ആണ് പേര്. പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 18 വയസ്സ് തികഞ്ഞിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വോട്ടവകാശം നമ്മുടെ സ്വന്തം അവകാശമാണ്, അത് പാഴാക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഈ സാക്ഷം ECI എന്നുള്ളൊരു ആപ്പുണ്ട്. അതിലൊന്ന് വിരലമർത്തി കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെ വന്ന് വോട്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. നമ്മൾ ഇവരെ എല്ലാവരെയും ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു മാജിക് കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത്. മാജിക് കാണണം എന്നാണ്. കാണാം. ഓക്കെ, തീർച്ചയായിട്ടും മാജിക് കാണാം. ഞാൻ മ്യൂസിക് ഒന്നുമില്ലാതെയാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി. അത് തന്നെ കൊള്ളായിരുന്നു. അത് വിളിച്ച് വീണ്ടും ഉണ്ട്. ഇത് ഒറിജിനൽ നോട്ടാണോ? ഒറിജിനൽ നോട്ടാണ്. അപ്പൊ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തു തന്നിരുന്നേ കൊള്ളായിരുന്നു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വരുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. തീർച്ചയായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് 18 വയസ്സ് തികഞ്ഞിട്ടുള്ള എല്ലാവരും വോട്ട് പാഴാക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായും എല്ലാ വോട്ടർമാരോടും പ്രത്യേകം അപേക്ഷിക്കുകയാണ്, എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, തീർച്ചയായും തീർച്ചയായും. എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ, രസകരമായ രീതിയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തണമെന്നുള്ള, അതായത് വോട്ടവകാശം വിനിയോഗിക്കണമെന്നുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്നോടൊപ്പം നോഡൽ ഓഫീസർ കൂടി ചേരുന്നുണ്ട്. എന്താണ് സർ പേര്? എന്റെ ഒരു സുദേശൻ. എന്താണ് ഈ ഒരു പരിപാടി കൊണ്ട്? നമ്മുടെ ജില്ലയിൽ ആകമാനം വിവിധ തരത്തിലുള്ള അവബോധ പ്രവർത്തനം നടത്തുക, വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക,
വോട്ടർ ലിസ്റ്റിൽ പേരുള്ള 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ള നമ്മുടെ ഭരണഘടനാ അവകാശം വിനിയോഗിക്കാൻ ആളുകളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം പരമാവധി വോട്ട് ശതമാനം ഉയർത്തുക, അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അബോധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. തന്നെ 18 വയസ്സ് കഴിഞ്ഞ് നിരവധി ആളുകളുണ്ടായിരിക്കും, ചിലപ്പോൾ പക്ഷേ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള നിരവധി പേരുണ്ടായിരിക്കും. അവർക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും മാത്രമാണ് ആ സൗകര്യം ഒരുക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം പോളിംഗ് സ്റ്റേഷനിൽ തന്നെ വന്ന് വോട്ട് ചെയ്യണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരെല്ലാം വോട്ട് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധ പ്രവർത്തനം കൂടിയാണ്. വിവിധ തരത്തിലുള്ള പരിപാടി ജില്ലാ സ്വീപ്പിന്റെ നേതൃത്വം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. നാളെ തന്നെ നമ്മൾ കൊല്ലം ബീച്ചിൽ ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും പങ്കെടുക്കുന്ന വടംവലി മത്സരം നടത്തുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ക്വിസ് മത്സരങ്ങളുണ്ട്, ഫ്ലാഷ് മോബുകളുണ്ട്. വിവിധ തരത്തിലുള്ള പരിപാടി ജില്ലയിലെ എല്ലാ 11 നിയോജക മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായി ഇതിപ്പം സിഒ ഓഫീസിൽ നിന്ന് നേരിട്ട് ഏർപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള ഒരു അവബോധ പ്രവർത്തനം. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ നമ്മളിപ്പോൾ നഗരപ്രദേശങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളിൽ ഇലക്ഷൻ സന്ദേശം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കാണുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടുറപ്പിക്കാൻ നെട്ടോട്ട് കൂടുമ്പോൾ നമ്മൾ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും ഇതിൽ അവർ പറയുന്ന പോലെ തന്നെ വിരൽ തുമ്പിൽ ജനാധിപത്യം, ഞാൻ വോട്ട് ചെയ്യും, നമ്മൾ വോട്ട് ചെയ്യും, കൊല്ലം വോട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും അവരുടെ അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും വോട്ട് ചെയ്യാൻ 26-ന് പോളിംഗ് ബൂത്തിൽ എത്തണമെന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG ബിദുൻ, ന്യൂസ് 18 കൊല്ലം.